തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇവിടെ നടന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ മോളോട് കാണിക്കുന്ന അനീതിക്കും അക്രമത്തിനും ഒരു തീരുമാനം ഉണ്ടാവണല്ലോ. വേണ്ട അംബികെ, ഇതൊന്നും സന്ദീപിനെ അറിയിക്കണ്ട. അവൻ ഇതൊക്കെ അറിഞ്ഞ അമ്മയും മോനും തമ്മില് വലിയ വഴക്ക് നടക്കും. അതിന്റെ ഫലം ദേവൂട്ടിയാവും അനുഭവിക്കേണ്ടി വരിക. ഇനി ഈ വീട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഉറപ്പ് പോരെ അമ്പിയേക്ക്? എന്റെ മകളുടെ ഈ താലി ഈ കഴുത്തിൽ എന്നും സുരക്ഷിതമായി കിടക്കാൻ അമ്മ മൂകാംബികയുടെ അനുഗ്രഹം ദേവൂട്ടിക്കുണ്ടായാൽ മതിയെന്ന എന്റെ പ്രാർത്ഥന. സുകുമാരിയമ്മേ, ശ്രീകലയുടെ കണ്ണിൽ ദേവൂട്ടിയോട് ഇത്രയും വൈരാഗ്യോ? ഏത് നിമിഷവും ആ താലി പൊട്ടിച്ചെറിഞ്ഞ് ദേവൂട്ടിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന എന്റെ ഭയം. ശ്രീകലേ, എന്താ നീ കാണിക്കുന്നേ? അമ്മേ, അമ്മേ, അംബികേ, കഴുത്തിലെ താലി പൊട്ടിച്ച ബന്ധം പൊട്ടുവെന്ന് ആരാ പറഞ്ഞത്? അതൊരു നൂല് മാത്രമാ. മനസ്സുകളെ ചേർക്കുന്നതേ വിധിയും ദൈവവും. പക്ഷെ അവര് എന്തും ചെയ്യാൻ മടിക്കില്ല. ചെയ്യട്ടെ. അധർമ്മം എത്രയൊക്കെ ഉയർന്നാലും ധർമ്മം ഒരിക്കലും തോൽക്കില്ല. ദേവൂട്ടിക്ക് അമ്മ മഹാമായിയുടെ അനുഗ്രഹം ഉണ്ടല്ലോ. അവളെ തകർക്കാൻ ശ്രമിക്കുന്നവരാ ഒടുവിൽ തകർന്നു പോകുന്നത്. ധൈര്യമായിട്ട് നിൽക്കുമോളെ. നിന്റെ കണ്ണീര് വെറുതെ ആവില്ല. സത്യം ജയിക്കുന്ന ദിവസം അധികം ദൂരെയോ അല്ല. അയ്യോ,
വഴി തെളിഞ്ഞിരിക്കുന്നു. ഈ ഉഗ്രസേന ഘോരയ്ക്ക് വിജയത്തിലേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. ഒടുവിൽ 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 എന്റെ മൂർത്തികൾ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്നെ മായാത്തടവിലാക്കി ആ മിണ്ട പെണ്ണിനെ സുഗമമായി അവിടെ വാഴിക്കാമെന്നുള്ള ദൈവീക ശക്തിയുടെ വിചാരത്തിന് തിരിച്ചടി കൊടുക്കാൻ സമയമായിരിക്കുന്നു. എന്റെ ഉപാസനാമൂർത്തികൾക്കുള്ള ബലിയായ ദേവൂട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. അതിനുള്ള വഴിയാണ് എന്റെ മൂർത്തികൾ എനിക്ക് കാണിച്ചു തരുന്നത്. ഈ അവസരം ഈ ഉഗ്രസേന ഘോരയുടേതാണ്. ഈ ഘോരയ്ക്ക് ആഘോഷിക്കാനുള്ളതാണ്. എന്റെ ഈ ദിവസത്തിലെ കർമ്മങ്ങളെല്ലാം ഫലം കണ്ടിരിക്കുന്നു. എന്റെ മൂർത്തികളെല്ലാവരും എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇത്തവണ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. ആ ദേവൂട്ടിയെ എന്റെ ബലിപീഠത്തിലെത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. തമ്പി സാർ ഇപ്പോഴും വിളിച്ചിരുന്നു. അവിടെ കാര്യങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാ അദ്ദേഹം പറയുന്നത്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെയ്യാം. ഉടനെ തന്നെ നമ്മൾ പുറപ്പെടും. ഇനിയുള്ള 3 നാൾ നീണ്ടു നിൽക്കുന്ന ഈ അഘോര പൂജയ്ക്ക് ശേഷം യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. നീയും എന്നൊപ്പം ഉണ്ടായിരിക്കണം. 3 നാളത്തെ പൂജ കഴിഞ്ഞാൽ വിജയത്തിലേക്കുള്ള വഴി പൂർണ്ണമായും എന്റെ മുന്നിൽ തെളിയും. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ അവൾക്കരികിലെത്തും. തമ്പിയുടെ പ്രശ്നങ്ങൾ തീർത്ത് നമ്മൾ മടങ്ങുന്നത്